MLA ആയിട്ട് ഒരു മാസം പിന്നിടുകയാണ്. ആദ്യ ബജറ്റും കഴിഞ്ഞിരിക്കുന്നു. എന്താണ് അനുഭവം? വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് UDF സർക്കാർ ഞങ്ങളൊക്കെ ആഗ്രഹിച്ച രൂപത്തിലുള്ള വിഭവങ്ങൾ ഞങ്ങളുടെയൊക്കെ മണ്ഡലത്തിലേക്ക് തന്നു എന്നുള്ളതിൽ ആദ്യം തന്നെ സംസ്ഥാന സർക്കാരിന് നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. കാലങ്ങളായിട്ട് സ്വപ്നം പോലെ കരുതി വെച്ചിരുന്ന പേരാമ്പ്രക്കാരുടെ ഒത്തിരി ആഗ്രഹങ്ങൾ ഈ ബജറ്റിൽ ഉൾപ്പെടുത്തുകയും അത് ഇത്തവണ ബജറ്റിലേക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാനും സാധിച്ചു. അതിനനുസരിച്ച് സംസ്ഥാന സർക്കാരിൽ നിന്നും ലഭ്യമാവുകയും ചെയ്തു. പേരാമ്പ്ര താലൂക്ക് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ എത്രയോ കാലത്തിന് പഴക്കമുള്ള ഒരു വലിയ സ്വപ്നമാണ്. അതൊക്കെ യാഥാർത്ഥ്യമാവുകയാണ്. അതിലൊക്കെ വലിയ സന്തോഷം തോന്നുന്നു. ലീഗിന്റെ ആദ്യ വനിതാ MLA എന്നതാണ് ഫാത്തിമ തെഹ്ലിയുടെ ഏറ്റവും വലിയ ഈ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. അതെന്തായാലും ഇനി മാറാൻ പോകുന്നില്ല. ആ ഒരു ഐഡന്റിറ്റി എത്രമാത്രം സന്തോഷം നൽകുന്നതാണ്? എനിക്കത് സന്തോഷത്തേക്കാൾ കൂടുതൽ അതൊരു വലിയ ഉത്തരവാദിത്തമായിട്ടാണ് തോന്നുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പ്രവർത്തനത്തിലൂടെ ഒത്തിരി അത്തരത്തിലുള്ള ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഹരിത എന്ന് പറയുന്ന വിദ്യാർത്ഥിനി സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടാണ് കടന്നു വരുന്നത്. ആദ്യത്തെ പ്രഥമ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഞാൻ. അതിനുശേഷം കേരളത്തിലുടനീളം ഹരിത എന്ന് പറയുന്ന വിദ്യാർത്ഥിനി കൂട്ടായ്മയെ MSFലൂടെ രൂപീകരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. പിന്നീട് ഞാൻ അതിൻ്റെ പ്രസിഡൻറ്റും അത് കഴിഞ്ഞ് ഞാൻ MSFൻ്റെ പ്രഥമ വനിതാ വൈസ് പ്രസിഡൻറ്റും ആയിരുന്നു നാഷണൽ കമ്മിറ്റിയിൽ. അതിനുശേഷം പിന്നെ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി ഏക വനിതാ അംഗമായിരുന്നു. അപ്പം ഇതൊക്കെ ജനറൽ പോസ്റ്റിലേക്ക് ഒരു പക്ഷേ പാർട്ടിയിൽ ആദ്യമായിട്ട് കടന്നു വരുന്ന ഒരു വ്യക്തി എന്നുള്ള ഒരു അനുഭവം എനിക്കുണ്ട്. ഇപ്പം ഇങ്ങനെ ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പം നേരത്തെ ഞാൻ കുറ്റിച്ചിറ വാർഡ് കൗൺസിലറായിരുന്നു കോഴിക്കോട് കോർപ്പറേഷനിലെ. ഇപ്പം പേരാമ്പ്രയിലേക്ക് മത്സരിക്കാൻ അവസരം കിട്ടി. അവിടെ വലിയൊരു വിജയം ആ നാട്ടുകാരെ എനിക്ക് സമ്മാനിച്ചു. ഇപ്പം അവരുടെ സ്വപ്നം പേരി അതൊക്കെ യാഥാർത്ഥ്യമാക്കാനുള്ള തിരക്കുകളിലും ഓട്ടത്തിലൊക്കെയാണ്. ഈ പേരാമ്പ്രയുടെ MLA ആയി നിൽക്കുമ്പോൾ 135 ദിവസം കുറ്റിച്ചിറയുടെ കൗൺസിലർ ആയിരുന്നു. അപ്പോൾ കുറ്റിച്ചിറക്കാരെ മറന്നോ? എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റിയ ആളുകളല്ല അവർ. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ജീവിതത്തിൻ്റെ അവസാന ഒരു സമയം, ആ ശ്വാസം എടുക്കുന്ന സമയം വരെ ഈ പറയുന്ന മനുഷ്യർ എന്നോടൊപ്പം ഉണ്ടാകും. എന്നെ നയിച്ചത് അവരാണ്. ഒരു പക്ഷേ പേരാമ്പ്ര തിരഞ്ഞെടുപ്പിൽ അവർ വളരെ സൈലൻ്റ് ആയിട്ടാണെങ്കിലും പലപ്പോഴും പല ആളുകളെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. നിരന്തരമായിട്ട് അവർ സ്വന്തം നാടിനേക്കാൾ കൂടുതൽ ആഗ്രഹിച്ച് പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് എനിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ആ ആളുകളെ ജീവിതത്തിൽ എങ്ങനെ മറക്കാനാണ്? തീർച്ചയായിട്ടും അവരൊക്കെ ഇപ്പോഴും പല ആവശ്യങ്ങൾക്കും, അവിടെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല, ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി വിളിക്കുന്നുണ്ട്. ഞാൻ കോർപ്പറേഷനും അതിലെ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷം ഒരു വാർഡ് കൗൺസിലർ അവർക്ക് ആ സമയം വരെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളുടെ ഏറ്റവും മാക്സിമം ചെയ്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ രാജിക്കത്ത് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് സമർപ്പിച്ചത്. അപ്പോൾ ഒരേ സമയം MLAയും കുറ്റിച്ചിറയുടെ കൗൺസിലറുമായി ഇപ്പോഴും പ്രവർത്തിക്കേണ്ടുന്ന ഒരു അവസ്ഥയുണ്ടോ? തീർച്ചയായിട്ടും. അവരങ്ങനെ പെട്ടെന്ന് കൈവിട്ട് കളയാൻ പറ്റുന്ന ആളുകളല്ല. അവരത്രയും എൻ്റെ രക്തത്തിൽ അലിഞ്ഞു പോയ ആളുകളാണ്. എനിക്ക് ആദ്യമായിട്ടൊരു തിരഞ്ഞെടുപ്പ് അനുഭവം തന്ന ആളുകളാണ്. പേരാമ്പ്രയിലേക്ക് പോകുമ്പോഴും അവർ ഏറെ സങ്കടപ്പെട്ടിട്ടുണ്ട് എങ്കിലും ജയിക്കണമെന്ന് അതിതീവ്രമായിട്ട് ആഗ്രഹിച്ച ആളുകളാണ്. അവരങ്ങനെയാണ്, ആ മനസ്സാണ് അവരുടേത്. അപ്പം എനിക്ക് എൻ്റെ ഹാൻഡ് ബുക്ക് എന്തായിരുന്നു പേരാമ്പ്രയിലേക്ക് പോകുമ്പം എന്ന് ചോദിച്ചാൽ ഈ ആളുകൾ തന്ന പാഠങ്ങളായിരുന്നു, അവരുടെ സ്നേഹവും പ്രാർത്ഥനയായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 135 ദിവസത്തിൻ്റെ ഇടവേള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കോർപ്പറേഷൻ കൗൺസിലർ എന്ന നിലയിൽ നിന്ന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുമ്പോൾ. ഇല്ലേ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? ഇല്ല, നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ചിട്ടല്ലല്ലോ കോർപ്പറേഷനിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒത്തിരി പ്രൊജക്റ്റുകൾ ഓൺ ചെയ്തിരുന്നു അവിടെ. ആ സമയത്തായിരുന്നു നമ്മളെ പിന്നെ കോർപ്പറേഷൻ ബജറ്റ് കഴിഞ്ഞു, നമ്മൾ അവിടെ ഡ്രെയിനേജ് പ്രവർത്തനങ്ങളുടെയൊക്കെ, അതായത് മൺസൂൺ സീസൺ വരാൻ പോവുകയാണല്ലോ, അതിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങളും കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിൻ്റെയൊക്കെ തിരക്കായിരുന്നു. അപ്പോൾ അതിനിടയിലാണ് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മളാരും അങ്ങനെ ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടല്ലല്ലോ ഒരു കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്നത്. പക്ഷേ കോർപ്പറേഷനിലേക്ക് ഫാത്തിമയെ വിടുമ്പോൾ ഫാത്തിമ കോർപ്പറേഷനിൽ മത്സരിച്ചാൽ മതിയോ എന്ന് ചോദിച്ചവരുണ്ട്. അതെ, അത് ആളുകളുടെ വലിയ വലിയ സ്വപ്നങ്ങളാണ്. ഞാനൊരിക്കലും അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല.
യഥാർത്ഥത്തിൽ പിന്നെ കോർപ്പറേഷനിലേക്ക് മത്സരിച്ചത്. വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഞാൻ ആളുകളുമായിട്ട് ഒപ്പം സഞ്ചരിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്തത്. ഒരുപക്ഷെ എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിയിട്ടാണ് പേരാമ്പ്രയിലേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് പ്രഖ്യാപിക്കുന്നത്. ഞാൻ ആ സമയം ആ പ്രഖ്യാപനം വരുന്നതിൻ്റെ ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് വരെ കോർപ്പറേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രത്തോളം എനിക്ക് അവിടെയുള്ള ആളുകളോട് ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, നമ്മളൊരു കൗൺസിലറായി അവിടുത്തെ ആളുകൾക്ക് വേണ്ടി പ്രവർത്തിച്ച് തുടങ്ങി അതിൻ്റെ ഒരു നല്ലൊരു സ്റ്റേജിലേക്ക് കടക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ തിരഞ്ഞെടുപ്പ് വന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.